ഈ മൃഗങ്ങളെയൊക്കെ ഇപ്പോൾ വിവിധ തരം ആഭരണങ്ങൾ അണിയിച്ച് ആഭരണ വിഭൂഷിതരാക്കുന്ന കാലമാണ്. ഞാൻ അതിൻ്റെ ചില സ്നാപ്പുകൾ തപ്പിയപ്പോൾ പട്ടിയെ അങ്ങനെ ഒരുക്കിയിരിക്കുന്നത് കണ്ടു, കാളയെ, പശുവിനെ ഒക്കെ അങ്ങനെ ഒരുക്കി ആഭരണങ്ങളൊക്കെ അണിയിച്ച് ഒരുപാട് സംഗതികളൊക്കെ കയ്യിലും കൊമ്പിലും മുഖത്തും ഒക്കെ അണിയിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കഴുതയ്ക്കും ഇത്തരം ആഭരണങ്ങളൊക്കെ അണിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആഭരണങ്ങൾ അണിയിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും കഴുതയ്ക്കോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾക്കോ ഒക്കെ തിരിച്ചറിവുണ്ടാകുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചറിവില്ലാത്ത എന്തിനെങ്കിലും ഇത് അണിയുന്നത് കൊണ്ട് തിരിച്ചറിവുണ്ടാവുകയോ ഒന്നും ഉണ്ടാവില്ല. ഇത് കുറച്ച് ഈ ആളുകളെ പറ്റിക്കാനും കബളിപ്പിക്കാനും പിന്നെ ആളുകളുടെ ചില സന്തോഷത്തിനും ഒക്കെ വേണ്ടി അണിയുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഇപ്പം എന്തിനാ പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. എന്താ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട വല്ല വിഷയമുണ്ടോ എന്ന്? അതുകൊണ്ടല്ല. നമ്മുടെ കൃഷ്ണരാജിൻ്റെ ചില പോസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ സർവാഭരണ വിഭൂഷിതമായ ചില സംഗതികളും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ചിത്രങ്ങളാണ് ഓർമ്മ വന്നത്. അപ്പോൾ ചോദിക്കുന്നത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്? ബന്ധമൊന്നും പറയാൻ ഞാൻ ആളല്ല, അങ്ങനെ പറയുന്നത് ശരിയുമല്ല. പക്ഷേ അത് കാണുന്ന നിങ്ങളുടെ യുക്തിക്കും ചിന്തയ്ക്കും വിടുന്നു. ഇതൊക്കെ അണിയുന്നത് കൊണ്ടോ ഇതൊക്കെ ഇടുന്നത് കൊണ്ടോ വല്ല കാര്യമുണ്ടോ? കഴിഞ്ഞ 4-5 ദിവസമായി കൃഷ്ണരാജിൻ്റെ ഒരുപാട് അഭ്യാസങ്ങൾ നടക്കുകയാണ്. കൃഷ്ണരാജ് ഈ അൻസാരി സുഹരി എന്ന ഒരു സാമൂഹ്യ മാധ്യമത്തിലൊക്കെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു പണ്ഡിതനെ, ഒരു ഉസ്താദിനെ കഴിയുന്നത് പോലെല്ലാം അങ്ങ് ആക്ഷേപിക്കുകയാണ്. ആലപ്പുഴ ഉസ്താദിൻ്റെ മാനസപുത്രനും ജിഹാദികളെ വെള്ളപൂശാൻ വാടകയ്ക്കെടുത്തതുമായ കൂലിത്തൊഴിലാളി രാഹുൽ ഈശ്വർ അകത്തായി. ഈ രാഹുൽ ഈശ്വറിൻ്റെ ഇപ്പോഴത്തെ ഒരു കുറവായി എല്ലാവരും കാണുന്നത് രാഹുൽ ഈശ്വർ ഈ പറഞ്ഞ മുസ്ലിങ്ങൾക്ക് അനുകൂലമായും അല്ലെങ്കിൽ മുസ്ലിം ആളുകളുമായും ഒക്കെ ബന്ധപ്പെടുകയോ അതിനനുകൂലമായി സംസാരിക്കുകയോ ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ അതിനെതിരായി സംസാരിക്കുന്ന PC ജോർജിനെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ പോയിട്ട് പിന്നെ എന്താണ് നടന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് കുറേ പേർക്ക് ഈ ഗണത്തിൽ വരുന്നവർക്ക് ഈ രാഹുൽ ഈശ്വറിൻ്റെ നടപടി വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി അതല്ല, അതിനേക്കാൾ രസം അതിൻ്റെ താഴെ അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പുണ്ട്. ആലപ്പുഴ ഉസ്തു ജിഹാദിയുടെ കൂലിപ്പട്ടാളത്തിൻ്റെ ഒരു ഡൂക്കിലി ജിഹാദി പടം ഇട്ടപ്പോഴാണ് എൻ്റെ കൈ ഇത്രയും മനോഹരമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഏതുപോലെ? ഞാൻ നേരത്തെ കാണിച്ച ചിത്രത്തിലെ പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ ചിത്രത്തിലെ കഴുതയുടെയും പട്ടിയുടെയും പിന്നെ കാളയുടെയും ഒക്കെ ആ ഒരുക്കം മനോഹരമായിരിക്കുന്നത് പോലെ ഇത്രയും മനോഹരമാണ് എന്നറിഞ്ഞത്. ഉസ്താദെ, ഇത് എൻ്റെ കൈ തന്നെയാണ്, താങ്കൾക്കെന്നെ വൃഷ്ണരാജ് തുടങ്ങി എന്ത് തെറിയും വിളിക്കാം. വൃഷ്ണരാജെന്ന് ഈ പറഞ്ഞ അൻസാരി സുഹരി വിളിച്ചെങ്കിൽ അത് കടുത്ത തെറ്റാണ്. അങ്ങനെ മേലാൽ വിളിച്ചേക്കരുത്. കാരണം വൃഷ്ണത്തെ അപമാനിക്കരുത് അങ്ങനെ വിളിച്ച്. കാരണം അങ്ങനെ അപമാനിക്കുന്നത് ശരിയല്ല. കൃഷ്ണരാജിനെ വൃഷ്ണരാജെന്ന് വിളിച്ച് അങ്ങനെ പറയാൻ പാടുണ്ടോ? അത് വൃഷ്ണത്തിന് എത്രയോ നാണക്കേടാണ്. അതൊക്കെ ഒന്നുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപയോഗമുള്ള ഒരു ഉപകരണമാണല്ലോ, അതിനെന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മേലിൽ വിളിച്ചു കളയരുത്. ഏതായാലും ഒരുപാട് നന്മമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും പൊളിച്ചടുക്കുന്നത് വരെ മാഞ്ചിയം എല്ലാം ഉള്ളൂ. യവനെപ്പോലെയുള്ള കുറേ പരമവൃത്തികെട്ടവന്മാർ ഈ സാമൂഹ്യ മാധ്യമത്തിൽ ഇങ്ങനെ നിറഞ്ഞാടുന്നുണ്ട്. ഇയാൾക്കൊക്കെ പ്രധാനപ്പെട്ട പണി ഈ പറഞ്ഞ അഭ്യാസങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞും ജീവിച്ചും ഹിന്ദുമത വിശ്വാസികളെ ഊഞ്ഞാലാട്ടിയും ജീവിക്കുക എന്നുള്ളതാണ്. ഈ ക്ഷേത്രത്തിൽ ഈറനുടുത്ത് ദർശനം നഗ്നത പ്രദർശിപ്പിക്കാനെന്നേ ടീച്ചർക്കറിയൂ. രാഷ്ട്രപതി സാധാരണക്കാരിയായി 18 പടി ചവിട്ടിയെന്ന് ശ്രീമതി. ഇത് നമ്മുടെ കർമാക്കുട്ടന്മാർ ബഹുമാന്യനായ ഈ വവ്വാലി അപ്പിയ പറങ്കി മാങ്ങാപ്പഴം ഉണ്ടല്ലോ, അതുപോലെ ഇരിക്കുന്ന കൃഷ്ണരാജിൻ്റെ ഒരു പടമൊക്കെ വെച്ച് ഈ കൈകൾ നിറയെ ചരടും ബാക്കിയുള്ള സംഗതികളും ഒക്കെ കെട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാധനമൊക്കെ കാണിച്ചുകൊണ്ടിട്ട പോസ്റ്റാണ്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന കോപ്രായങ്ങൾ കാണിക്കലും ഈ അഭ്യാസമൊക്കെ എന്തിനാണ് എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരാളിന് എന്തിനാണ് ഈ സംഗതി എന്ന്. അപ്പോഴാണ് ഇതിൻ്റെ അടിക്ക് ഒരാൾ കമൻ്റ് ഇട്ടത്. അയാളും ഒരു സംഘപരിവാർ ആശയക്കാരനാണ്, ബാലേന്ദ്രൻ ആലപ്പി. ഈ ഫോട്ടോ കൊള്ളാം. ആലപ്പുഴ തിരുമല ക്ഷേത്രത്തിലെ കൊള്ള ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കാൻ ഏൽപ്പിച്ചു. പണം പറഞ്ഞ് അത്രയും കൊടുത്തു. ഒരു ചില്ലി കാശിൻ്റെ ഗുണം കിട്ടിയില്ല. കണ്ടാൽ യോഗ്യൻ. പണി കിട്ടിയ കാര്യം അറിയിച്ചെന്നേ ഉള്ളൂ. കൂടെ കൂടുമ്പോൾ 10 വട്ടം ആലോചിക്കുക. ആരുടെ കൂടെ? കൃഷ്ണരാജിൻ്റെ കൂടെ കൂടുമ്പം 10 വട്ടം ആലോചിക്കണമെന്ന് പറഞ്ഞത് ഉസ്തുവല്ല, ജിഹാദിയല്ല, ആരുമല്ല. നല്ല സംഘപരിവാറുകാരനാണ്. അമ്പലത്തിനെ വന്ന്
മൂക്കേ കയറ്റിക്കൊണ്ട് പോയതാ ഈ പറഞ്ഞേക്കുന്നത് ഇഞ്ചി കടിച്ചത്. ഇതാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ജോലി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ അൻസാരി സുഹരി ഒരു കുട്ടി പഠിക്കുന്നതിന് സാമ്പത്തിക ചെലവ് വേണം എന്ന് പറഞ്ഞ് ഇയാളോട് ആവശ്യപ്പെട്ടിരിക്കുക, എന്തെങ്കിലും സഹായം ചെയ്യാനൊക്കുമെന്ന്. ഇവനൊക്കെ ഈ സാമൂഹ്യ മാധ്യമത്തിലിരുന്ന് ഇങ്ങനെ കാഷ്ടിച്ച് ഇവൻ്റെ ഇത് മണപ്പിക്കാൻ വരുന്ന കുറേ ജന്തുക്കളെ സൂചിപ്പിക്കലല്ലാതെ ഇവനെയൊന്നും കൊണ്ട് 10 രൂപയുടെ ഗുണമില്ല. ആകെപ്പാടിൽ അവസാനം വിറകരിയുമ്പം ഒരു പ്രകാശം കിട്ടുന്നതിന് മാത്രമേ ഇവനെയൊക്കെ ഉപകരിക്കുകയുള്ളൂ. അൻസാരി സൂരി ഉസ്താദ് ചോദിച്ച പോലെ എൻ്റെ കയ്യിൽ 2 നല്ല സനാതന ഹിന്ദുമത വിശ്വാസികളുണ്ട്. ഇയാളുടെ കൂട്ടൊന്നുമുള്ള ആളല്ല, നല്ല ഹിന്ദുക്കളായ വിശ്വാസികൾ, വലിയ ഗതികേടുകാർ, വലിയ ബുദ്ധിമുട്ടുകാർ. അവർക്ക് 2 പേർക്കും ഓരോ 3 വീലർ വേണം, സ്കൂട്ടർ. അവരെന്നെ സമീപിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടോ കൃഷ്ണരാജിൻ്റെ കയ്യിൽ? അല്ലെ കൃഷ്ണരാജിന് വാങ്ങിച്ചു കൊടുക്കാവോ? നമ്പർ തരട്ടെ, എന്നെ ഒന്ന് വിളിക്കാവോ? അല്ലെങ്കിൽ ഇവിടെ വരുന്ന വരാവോ കരുനാപ്പള്ളിയിൽ വരെ? നമുക്ക് 2 പേർക്കും 2 വീടുകളിലും പോവാം. എന്നിട്ട് ഈ സനാതന ഹിന്ദുവിനൊരു സഹായം ഇയാളെ കൊണ്ട് കിട്ടുമോ? എന്തെങ്കിലും 10 പൈസയുടെ ഗുണം മനുഷ്യനില്ലെങ്കിലുണ്ടല്ലോ, ഈ നാറിയ അഭ്യാസം കാണിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കരുത്. വേറെന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കണം. ഇല്ലെങ്കിൽ ഈ ചരടൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഹൈവേ പണിക്ക് പോകും. എന്തെങ്കിലും കിട്ടത്തില്ലേ തച്ചിന്? ഇത് ആരെപ്പറ്റി ജീവിക്കുന്നത്? അമ്പലവാസികളായ പാവപ്പെട്ട ഹിന്ദുക്കളെ പറ്റിച്ച് കുറേ മുസ്ലിം വിരോധം പറഞ്ഞ് നല്ല പ്രായത്തിൽ സ്വന്തം ഭാര്യയെ കൊണ്ടുവന്ന് മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂളിൽ അധ്യാപികയാക്കി അവിടുന്ന് കാശ് വാങ്ങിച്ച് ഞണ്ണിയിട്ടാണ് ഇരുന്ന് ഈ കഥയെല്ലാം പറയുന്നത്.